ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജൂൺ 2 തിങ്കളാഴ്ച തിരുസഭ മാതാവ് വചന വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. വരാനിരിക്കുന്ന പീഡകളെക്കുറിച്ചും തന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും യേശു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ധ്യാന വിഷയം. 16-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരുടെ വിശ്വാസത്തിലുള്ള വളർച്ചയെ സൂചിപ്പിക്കുന്നു. ശിഷ്യന്മാർ പറയുന്നു, ഇപ്പോൾ ഇതാ നീ സ്പഷ്ടമായി സംസാരിക്കുന്നു, ഉപമയൊന്നും പറയുന്നില്ല. നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ശിഷ്യന്മാരുടെ ഈ വലിയ തിരിച്ചറിവ് അവരുടെ വിശ്വാസ യാത്രയുടെ ഒരു നിർണായകമായ ഭാഗമാണ്. വിശ്വാസം വളർച്ചയുടെ പ്രക്രിയയാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. ശിഷ്യന്മാർ യേശുവിനെ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ യേശുവിനെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ വായിച്ചും അവ ശ്രദ്ധയോടെ ശ്രവിച്ചുകൊണ്ടും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ ജീവിക്കാനായി ശ്രമിക്കണം. തുടർന്നുള്ള വചനങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്നു. യേശു ക്രൂശിക്കാനായി കൊണ്ടുപോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ ചിതറിപ്പോകുന്ന സമയം വരുമെന്ന് യേശു പ്രവചിക്കുന്നു. വചനം ഇപ്രകാരമാണ്, എന്നാൽ നിങ്ങൾ ഓരോരുത്തരും തന്താങ്ങളുടെ വഴിക്കു ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോകുകയും ചെയ്യുന്ന സമയം വന്നിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം എൻ്റെ പിതാവ് എന്നോടുകൂടെയുണ്ട്. നമ്മുടെ ജീവിത യാത്രകളിലും ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങൾ കടന്നു വരുമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നിരുന്നാലും നാം ഒരിക്കലും ഒറ്റക്കല്ല, നമ്മുടെ ഈശോ കൂടെയുണ്ട് എന്ന ഉറപ്പു നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസകരമായ നിമിഷങ്ങളിലും കൂടെ ആരും താങ്ങായില്ലെന്ന് തോന്നുന്ന നേരത്തും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യം നമുക്ക് ശക്തി നൽകട്ടെ. അവ ഇപ്രകാരമാണ്, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ക്രിസ്തു നൽകുന്ന ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ കൂടുതൽ ശക്തി നൽകട്ടെ. സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്താനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. പ്രശ്നങ്ങൾ നിറഞ്ഞ ലോകത്ത് ക്രിസ്തുവിൻ്റെ സമാധാനം കണ്ടെത്താനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ്റെ കുമ്പസാരം എന്ന പുസ്തകത്തിലെ വളരെ പ്രസിദ്ധമായ വാക്കുകൾ ഇപ്രകാരമാണ്, കർത്താവേ, നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിശ്രമിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ശിഷ്യൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മാറിൽ അവൻ്റെ ഹൃദയത്തോട് ചേർന്ന് നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കൂടുതലായി ആഴപ്പെട്ട് ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളിൽ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് ഉറപ്പിൽ ഉദ്ധിതനായ ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന സമാധാനത്തിൽ പ്രത്യാശ അർപ്പിക്കാം. അങ്ങനെ പ്രയാസകരമായ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ലോകത്തെ ജയിച്ചവനിൽ
നമ്മുടെ സമാധാനം കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ദൈവാനുഭവത്തിൻ്റെ ഒരു ദിനം നേരുന്നു.